അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിരിക്കുന്നത് വെറുപ്പ് പടർത്തുന്ന സാമൂഹിക മാധ്യമങ്ങളും നിഷ്ക്രിയമാകുന്ന നിയമ സംവിധാനവും എന്ന ശീർഷകത്തിൽ അല്പകാര്യം നിങ്ങളുമായി സംവദിച്ച് ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങാം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുതിയ കാലത്ത് എല്ലാം വിരൽക്കുമ്പിൽ ലഭിക്കുമ്പോൾ യഥാസ്ഥിതികത എന്തെന്ന് മനസ്സിലാക്കാതെ പലരും തെറ്റായ സന്ദേശങ്ങൾ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം നീങ്ങുന്നത്. മാധ്യമങ്ങളുടെ യഥാർത്ഥ ധർമ്മം എന്തെന്ന് പോലും അറിയാതെ ചില താല്പര്യ കക്ഷികളുടെ പ്രവർത്തനങ്ങൾക്ക് ഈണമിട്ട് കൊടുക്കുന്ന കാഴ്ച ഇന്ന് എമ്പാടുമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നത്, അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കുക. ജാതീയതയെ വിഷയമാക്കി ദേശീയതയുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുക എന്നതായിരുന്നു അവരുടെ ഭരണരീതി. ഇതേ തന്ത്രമാണ് ഇന്ന് ഫാഷിസ്റ്റ് ഭരണകൂടവും ചെയ്യുന്നത്. ഹിന്ദു മുസ്ലിം മതങ്ങൾക്കിടയിൽ വെറുപ്പ് വളർത്താൻ വേണ്ട എല്ലാ പ്രയോഗങ്ങളും അവർ ഇന്ന് നടപ്പിലാക്കുന്നു. അതിൽ ഒന്ന് മാത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തിപ്പെടുത്തലുകളും വിദ്വേഷ പരാമർശങ്ങളുടെ പ്രവാഹവും. നിയമം നടപ്പിലാക്കേണ്ടവർ പലരും ഇന്ന് ഇന്ത്യയിൽ ഭിന്നിപ്പിന് ശ്രമിക്കുകയാണ്. കേരളത്തിൽ പോലും ഇത് കുറവല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നടന്ന കാഫിർ പ്രയോഗവും അതിനനുബന്ധ സംഭവ വികാസങ്ങളും നാം ഏവരും കണ്ടവരാണ്. നമുക്ക് എഴുതപ്പെട്ട വലിയ ഭരണഘടനയുണ്ട്, ജനാധിപത്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനുവേണ്ടി പ്രയത്നിച്ച ഗാന്ധിജിയെ വധിച്ചവർ ഭരിക്കുന്ന ഈ ഇന്ത്യയിൽ ആ നിയമം നടപ്പിലാകുമെന്ന് പറയുന്നത് വൃഥാവിലാകും. പ്രതിപക്ഷമുണ്ടെങ്കിൽ കൂടി ഇന്ന് രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ വേദനാജനകമാണ്. പള്ളിയുടെ താഴെ വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സുകളിൽ മുസ്ലിം വിദ്വേഷം വളർത്തി ദേശീയതയ്ക്കു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഇന്ന് ഇവിടെയുള്ളത്. മലൈക്കത്തിയാർ എന്ന പുസ്തകത്തിലൂടെ സവർക്കർ പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്തിൽ മലപ്പുറം എന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് അതിർത്തി മാറി വരുന്ന ഹിന്ദുക്കളെ വധിക്കുന്ന മുസ്ലിമുകളാണ് അവിടെ താമസമുള്ളത് എന്ന്. ഇത്തരം പരാമർശങ്ങളിലൂടെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ മുസ്ലിം വിദ്വേഷവും വെറുപ്പും ഇസ്ലാമോഫോബിയയും വളർത്തി ഒരു ഭിന്നിപ്പിന് ശ്രമിക്കുകയാണ് ഇന്നിവിടെയുള്ളത്. അതുപോലെ തന്നെ ദ കേരള സ്റ്റോറി എന്ന സിനിമയും ഇതുപോലെ വെറുപ്പ് വളർത്തുന്ന ഒരു സാമൂഹിക മാധ്യമമാണ് എന്ന് നമുക്ക് പറയാനാകും. തൃശ്ശൂർ ഇടുക്കി രൂപതകൾ കുട്ടികൾക്ക് മുന്നിൽ എന്തിനാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത്? നിയമ സംവിധാനങ്ങൾ എവിടെ? എന്ത് തോന്നിവാസവും കാട്ടാൻ കഴിയുന്ന അത്രയും ബലഹീനമാണോ നമ്മുടെ ഈ ഭരണഘടന എന്നുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ വെറും നിയമങ്ങൾ മാത്രം എഴുതി വെക്കാനുള്ള ഒന്നാണ് എന്നാണ് ഇന്നത്തെ ജനത വളർന്നു വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഗാന്ധിജിയും നെഹ്റുവും രൂപകൽപ്പന ചെയ്ത രാഷ്ട്രം ഒരിക്കലും ഇതല്ല. ആ ഐക്യരാഷ്ട്രത്തിനു വേണ്ടി നാം ഏവരും പ്രയത്നിക്കണമെന്ന് നിങ്ങളെ ഏവരെയും ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി